കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF-ന് PV അൻവറിന്റെ കത്ത്. 10 പേജുള്ള കത്താണ് UDF നേതൃത്വത്തിന് കൈമാറിയത്. ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ രാജ്, ഏതായാലും UDF-ന് ഒപ്പം നിൽക്കും എന്ന് PV അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് അൻവർ. ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? UDF പ്രവേശനത്തിനുള്ള സാധ്യത എത്രമാത്രമാണ്? ലക്ഷ്മി, തൃണമൂൽ കോൺഗ്രസിൽ പ്രവേശിച്ച ശേഷവും UDF-മായി സഹകരിക്കാൻ അല്ലെങ്കിൽ UDF-ൽ ചേരാനുള്ള എല്ലാ സാധ്യതകളും തേടുകയാണ് PV അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് UDF-മായി സഹകരിക്കാനാണ് താല്പര്യം എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോൾ അതൊരു ഔദ്യോഗിക നീക്കമെന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം നടത്തുകയാണ്. UDF നേതൃത്വത്തിന് 10 പേജുള്ള കത്ത് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഈ കത്തിൽ UDF-നോട് സഹകരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന് താല്പര്യമെന്നാണ് ഈ കത്തിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യമാണ് ഈ കത്തിലൂടെ അൻവർ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് എല്ലാ ഘടകകക്ഷികൾക്കും, UDF-ലെ എല്ലാ ഘടകകക്ഷികൾക്കും ഈ കത്ത് കൈമാറിയിട്ടുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണ കൂടി ഇക്കാര്യത്തിൽ നേടിയെടുക്കാനാണ് അൻവർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. നേരത്തെ അൻവറിന്റെ UDF പ്രവേശനത്തിന് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ എതിർപ്പ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു UDF പ്രവേശനം സാധ്യമാകാതിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും പിന്നീട് MLA സ്ഥാനം രാജിവെക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവായി അവർ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അൻവർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി ഇതിനെ കാണണം. UDF നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷി ആക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് UDF-നെ കോൺഗ്രസ് നേതൃത്വത്തിന് ബംഗാൾ ഉൾപ്പെടെ ഒരു വിമർശനം അല്ലെങ്കിൽ രണ്ട് ചേരിയിലൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള തീരുമാനമെടുക്കണമെങ്കിൽ എന്തായാലും ഹൈക്കമാൻഡിന്റെ ഉൾപ്പെടെ ഇക്കാര്യത്തിലൊരു നിർദ്ദേശം, തീരുമാനമൊക്കെ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ അടുത്ത UDF യോഗത്തിനകത്ത് ഈ അൻവറിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകാനുള്ള സാധ്യത ഉണ്ട്. ആ ചർച്ചയിൽ ഏതെങ്കിലും ഘടകകക്ഷികൾ ഈ വിഷയം ഉയർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അത്ര പെട്ടെന്ന് അൻവറിന് ഈ UDF പ്രവേശനം തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കിയിട്ടുള്ള സാധ്യത ഈ ഘട്ടത്തിൽ അത്ര സജീവമായി നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ തീരുമാനമുണ്ടാവുക. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.